ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ. ഇതാണ് പേരാല് കേട്ടോ. ഈ വള്ളി തൂങ്ങി കിടക്കുന്നതാണ് പേരാല്. അരയാലിന് അങ്ങനെ വള്ളി തൂങ്ങി കിടക്കാറില്ല. അതിൻ്റെ വേര് പിന്നെ ഇതുപോലെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ്. അത് കിടക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു വേറെ തന്നെ ഭംഗി. ഇനിയിപ്പോൾ ഭൂമിയിലേക്ക് ആ വേരുകൾ ഇതായി കഴിഞ്ഞാൽ അവർ വേറെ തന്നെ ഒരു സംഭവം തന്നെയായിരിക്കും. ചിലതൊക്കെ അത് മണ്ണിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ അറിയുന്നതും അറിയാത്തതുമായ ഒട്ടനവധി ക്ഷേത്രങ്ങൾ ഇതുപോലെ ഉണ്ടാവും. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയൊക്കെ എന്തൊക്കെയെന്നൊന്നും നമുക്കറിയില്ല. ഒത്തിരി കാലപ്പഴക്കമുള്ള ഒരു അരയാൽ മരം കണ്ട അവിടെ കണ്ടില്ല. അത് ചെറിയ തറ പോലെ കെട്ടിയിട്ട് നല്ല വൃത്തിയിൽ വെച്ചിട്ടുണ്ട്. ഈ അരയാലാന്ന് പ്രദക്ഷിണം ചെയ്യുക കേട്ടണ, അല്ലാതെ പേരാലല്ല. ചില കൂട്ടർ ചെയ്യുന്നത് തെറ്റാത്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഭദ്രകാളി അമ്മയാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ വരുന്നു. പേര് പറഞ്ഞില്ല, പേര് പറഞ്ഞില്ല. ബാബുരെ എടുത്തന്നെ വരും അല്ലേ? മാരാറാണ് അല്ലേ? ഭഗവാന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അല്ല, നിങ്ങൾക്ക് എപ്പം സാധിക്കട്ടെ. അത് ഇവിടുത്തെ മോനാണ്. നമ്മൾ ഇന്നലെ വന്നപ്പം നല്ല പെരുമാറ്റം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെങ്ങനെ പെരുമാറണം എന്നുള്ളത് അതാണ് അതിൻ്റെ പ്രത്യേകത. നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ വന്ന് ചോദിച്ചു നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അദ്ദേഹം അതിനുള്ള സൗകര്യങ്ങൾ അദ്ദേഹം ഒരുക്കി തന്നു. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്തേക്ക് പോകാം. നമ്മളെയും കാത്തിട്ട് ഒരാൾ നമുക്ക് ഇതിൻ്റെ ഐതിഹ്യവും ചരിത്രവും ഒക്കെ പറഞ്ഞു. ഇത് നമ്മളെ ക്ഷേത്രത്തിൻ്റെ ഒരാളാണ്.
ഇപ്പം നിലവിലുള്ള ഒരാളാണ്. ബാക്കി രണ്ടാളും ചെറുപ്പക്കാരാണ്. 3 പേരാണ് ഉണ്ടായത് ഇവർ അല്ലേ? പഴക്കമുള്ള ആരും അതാ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാൻ അതുകൊണ്ട് അദ്ദേഹത്തിനെ ആളെ തന്നെ കൊണ്ട് ഇരുത്തിയത്. അപ്പം അതൊക്കെ തന്നെ ഒരു അപൂർവമായിട്ട് ഒരു 1500 മേലെ പഴക്കമുള്ള ഒരു അരയാൽ മരമാണ് കേട്ടോ. ഇത് ഏകദേശം അത്ര കാണും. അതിൻ്റെ മുകളിൽ ഒരു കൂവളത്തിൻ്റെ 2 മരവും കൂടി നമുക്ക് കാണാം. ഇത് പേരയാലാന്ന്, അരയാലല്ല, പേരാലാന്ന് കേട്ടോ. ആ, അരയാല് തൊട്ടപ്പുറം ഉള്ളത്. ശരിയായ പേരാലാണ്. ഇതേതാ സാധനം? ഏതാ സാധനം? ഈ ക്ഷേത്രത്തിന്റെ കമ്മിറ്റിന്റെ പ്രസിഡന്റ് പോന്നേ. അതാ ഇവിടെ വന്നിട്ട് നിങ്ങളെ ഒരു വല്ലാതെ ഒരു വർത്താനം മറ്റു നോക്കും. പിന്നെ വേറെന്തുണ്ട്? എന്നിട്ട് വേറെന്തല്ല ഇവിടെ ഉള്ളത്? വേറെ എന്ത് കാര്യങ്ങളാണ് ഉള്ളത്? ഒത്തിരി കാര്യങ്ങൾ പറയാനാവും. ആ, പിന്നെ ഇവിടെ എത്ര മണിക്കാണ് നട തുറക്കാറ്? 5 മണി. പോവില്ല അല്ലേ? രാവിലെ. പിന്നെ എത്ര മണി വരെ ഉണ്ടാവും? 9:30 വരെ ഉണ്ടാവും. പിന്നെ അതിന് ശേഷം വൈകിട്ട് എത്ര മണിക്ക് തുറക്കുക? 5 മണിക്ക് തുറന്നിട്ട് 7 വരെ അല്ലേ രാത്രി? അപ്പം ഇവിടെ വരുന്ന ജനങ്ങൾ, ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് പിന്നെ ഇവിടെ ഏത് വഴി എങ്ങനെയാണ് വരേണ്ടത്? എളുപ്പത്തിൽ ഏത് വഴിയാണ് വരുന്നത്? ഇതിൽ കണ്ണൂരിൽ നിന്ന് വരുന്ന കൂട്ടർക്ക് വലിയന്നൂരിൽ നിന്ന് അവിടെ വന്നിട്ട് അവിടെ ബസ്സുണ്ട്. അവിടെ നിന്ന് ഇറങ്ങി നടന്നിട്ട് ഏച്ചൂർ കോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങും. അറിയാത്ത ആളുണ്ടാവും. അതെ അതെ, അവിടെ ബസ്സുകാരോട് പറഞ്ഞാലും മതി അല്ലേ? ബസ്സുകാരോട് പറഞ്ഞാൽ ഓട്ടോറിക്ഷയ്ക്ക് എത്ര? അതെ, ഓട്ടോറിക്ഷയ്ക്ക് വലിയ പൈസ വരും അങ്ങനെ വെല്ലന്നൂരിൽ നിന്ന്? വെല്ലന്നൂരിൽ നിന്ന് 10-70 അധികം വാങ്ങും അല്ലേ? അവിടെ ബസ്സുണ്ട്, ബസ് ഓട്ടോറിക്ഷ ഉണ്ടാവും അല്ലേ? ചില നടക്കാൻ കഴിയാത്ത കൂട്ടലുണ്ടെങ്കിൽ അധികം വേണ്ട. അതെ അതെ, ബസ്സിന് അല്ലേ? പിന്നെ ആ ഒരു വഴിയല്ലേ ഉള്ളൂ ഇവിടത്തേക്ക് വരാൻ വേണ്ടിട്ട്? പിന്നെ ഇതില് നേരെ ഈ റോഡ് ഉണ്ടല്ലോ, ഇത് പോയ കുടിക്കുമട്ട ഇറങ്ങി കുടിക്കുമട്ട അങ്ങനെയും വരാം അല്ലേ? അങ്ങനെ മുണ്ടേരിമൊട്ട ഇറങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങാം. ഇപ്പൊ ഈ വണ്ടി ഓട്ടോറിക്ഷ വന്ന് മുണ്ടേരിമൊട്ട ഏച്ചൂരിന്ന് വരാം. കുറച്ച് ദൂരം ജാസ്തി ആവുമെന്ന് മാത്രം. ഇങ്ങനെ വഴി നാനാ വഴികളുണ്ട് ഇവിടെ വരാൻ വേണ്ടിട്ട് അല്ലേ? ആരോട് ചോദിച്ചാലും ഏച്ചൂർ കോട്ട എവിടെയാന്ന് വെച്ചാൽ എവിടെ ചോദിച്ചാലും പറഞ്ഞു തരും. അതെ, നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇവിടുത്തെ ചരിത്രങ്ങളും കാര്യങ്ങളും ഒക്കെ പറയാനുള്ളത്. പറഞ്ഞാൽ ഇത് വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ്. അതെ അതെ, അന്നേ നടന്നു വരുന്നതാണ്. അതെ, അപ്പൊ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. ചൂര് മാത്രമല്ല, ചൂരുണ്ടിയിൽ മാത്രമല്ല, പല സ്ഥലത്തുനിന്നും ആളും കൂത്ത് പറമ്പ് അങ്ങനെ നല്ല വരുന്നതാണ്. അങ്ങനെയാണ് അല്ലേ? എന്തായാലും ഒരിക്കും കൂടി പേര് പറയും. പത്മനാഭൻ. ഊരാളന്മാരിൽ 2 ഊരാളന്മാരിൽ ഒരാൾ അല്ലേ? 3 അല്ല, 2 ഊരാളന്മാരാണ്. ഞാൻ നേരത്തെ അറിയാതെ പറഞ്ഞു പോയതാണ് 3 ആരോ ഇടുന്ന 3 ഊരാളന്മാരുണ്ടെന്ന് പറഞ്ഞു വിട്ടു. അതെ അതെ, അത്രയും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പത്മനാഭേട്ടൻ്റെ അടുത്ത് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലും അറിവുകളിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ? ബാക്കിയെന്ന് വെച്ചാൽ അതീവ പോസിറ്റീവ് എനർജിയുള്ള സ്ഥലമാണ്. അപ്പം ഭഗവാൻ തന്നെ അത് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ലേ? ഇത് ഇവരെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. തൊട്ടപ്പുറം അരയാൽ തറ ഉണ്ടാക്കുന്നുണ്ട്, അത് ഒന്ന് പണി ഇതാക്കണം. രണ്ടാമത് ഒരു അന്നദാനശാലയും കൂടി ഇവിടെ വേണം എന്നുള്ളൊരു ആഗ്രഹം അല്ലേ? ആ അതെ അതെ. എന്നാ നല്ല നമസ്കാരം. തറവാട്ടിൻ്റെ പേര് വരാൻ കാരണം അതാണ് അല്ലേ? ഓ ആയിക്കോട്ടെ, ഞാൻ ചോദിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കാലപ്പഴക്കം എല്ലാം നമുക്ക് പപ്പാട്ടൻ, നമുക്ക് പപ്പാട്ടനാവൻ എന്നല്ല പേര്. അപ്പം പപ്പാട്ടൻ എന്ന് എല്ലാവരും വിളിക്കാറ്. അപ്പം പപ്പാട്ട് കുറച്ച് കാര്യങ്ങൾ പപ്പാട്ടൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, ഐതിഹ്യങ്ങൾ. അപ്പം ബാക്കി ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് ആണ് അല്ലേ? എന്താ പേര്? എന്റെ പേര് ആനന്ദകൃഷ്ണൻ മാഷ്. ആനന്ദകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ മതി. അത് കുഴപ്പമില്ല. മാഷ് തന്നെ അത് പറയില്ല. ഒരു പോലീസുകാർ റിട്ടയറായാലും പറയില്ല. അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒത്തിരി പേർക്ക് അറിവുകളും കാര്യങ്ങളും ലഭിച്ചല്ലേ? അങ്ങ് കാരണം ഒത്തിരി പേര് നേരായ വഴികളും മാർഗങ്ങളിലും അവർ നല്ലൊരു ജീവിതം നയിക്കാൻ ഭാഗ്യം കിട്ടിയില്ലേ? മറ്റുള്ളവർക്ക് അറിവ് നൽകുക എന്നുള്ളത് ചില്ലറ കാര്യമല്ല. സരസ്വതി കൃപാ കടാക്ഷം ലഭിക്കുക എന്നുള്ളത്. അതെ അതെ, അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ച് പ്രഭാഷണവും കാര്യങ്ങളും മറ്റുള്ളവർക്ക് സമൂഹത്തിനും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനാണെന്നറിയാം. അതാരും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അത്ര അജ്ഞാനിയല്ല, ജ്ഞാനിയും കൂടി തന്നെയാണ് അല്ലേ? അങ്ങനെ ആയിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മാഷക്ക് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാമെന്നുള്ളതൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് എന്നെ കൊണ്ട് നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അതെ, ഞാൻ കുറേ കാലമായിട്ട് 2008 മുതൽ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹിയെ പ്രവർത്തിക്കുന്ന ഒരാളാണ്.
ഇവിടുത്തെ കഴിഞ്ഞ ഒരു 20 വർഷങ്ങളോളമായി അതിൽ 20 വർഷത്തിൽ 18 വർഷവും ഞാൻ തന്നെയായിരുന്നു ഇവിടുത്തെ ഉത്സവാഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. ഈ വർഷവും എൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഉത്സവം നടന്നത്. ഏച്ചൂർ കോട്ട എന്ന് പറഞ്ഞാൽ ഉത്തര മലബാറിൽ വളരെ പ്രസിദ്ധമാണ്. കണ്ണൂർ താലൂക്ക്, വിശിഷ്യ കണ്ണൂർ താലൂക്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുണ്ടേരി ഏച്ചൂർ ദേശങ്ങൾ മാത്രമല്ല, ഇതിനനുബന്ധമായിട്ട് വരുന്ന എല്ലാ ദേശങ്ങളുടെയും ക്ഷേത്രമാണ് ഏച്ചൂർ കോട്ട. ഇവിടെ വിരാതമൂർത്തിയായ ബൈത്തൂർക്കാരിയ എന്ന് പറഞ്ഞാൽ ശിവനാണ്. പറഞ്ഞേ ശ്രീ കിരാതമൂർത്തിയായ ശ്രീ ബൈത്തൂർക്കാരിയ ആണ് പ്രധാന പ്രതിഷ്ഠ, അതായത് ആരൂഢ ദേവത. ഇവിടുത്തെ മറ്റ് ഈ സമുച്ചയത്തിൽ ആദിത്യ ദേവതയായിട്ട് കിരാതമൂർത്തിയുടെ കൂടെ തന്നെ ശ്രീ മഹാലക്ഷ്മിയുണ്ട്. അതിന്റെ പിന്നിലൊരു ഐതിഹ്യമുണ്ട്. അപ്പോഴും പറഞ്ഞറിയില്ല, പറഞ്ഞിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ മുണ്ടേരിക്കാവില് ദീർഘകാലം ബൈത്തൂർക്കാരിയാര്, അതായത് കിരാതമൂർത്തി ഒരു വേഴവെട്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മൾ പ്രശ്നവശാക്കേണ്ടതാണ്. അപ്പൊ അങ്ങനെ അധിവസിച്ചത് കൊണ്ടാണ് കിരാതമൂർത്തിയുടെ അതിഥിയായിട്ട് ഇവിടെ 1300 വർഷങ്ങൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ നടന്നത്. ആ ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നടക്കുന്ന ഏച്ചൂർ റൂട്ട് ചരിത്ര പ്രസിദ്ധമാണ്. ഏച്ചൂർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഈ ആദി വയത്തൂരും പിന്നെ പയ്യാവൂരുമാണ്. പയ്യാവൂരിൽ നിന്നാണ് ഭഗവാൻ ഇവിടെ എഴുന്നള്ളിയത്. ആദി വയത്തൂരാണ്. വയത്തൂർ വിട്ട് പയ്യാവൂർ വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധം ഏച്ചൂർ റൂട്ട്. ഏച്ചൂർ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ അതിൻ്റെ പ്രസിദ്ധി പഴയ അത്ര ഇല്ല എന്ന് പറയാം. പണ്ട് ഏച്ചൂർ റൂട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ദേശങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിച്ചേരും. അതിനൊരു പ്രധാന കാരണം ഈ ഊട്ട് ചന്തയാണ്. ആ ഊട്ട് ചന്ത ഇന്ന് ഏച്ചൂർ ഊട്ടിന് ഇല്ല. പക്ഷെ എങ്കിലും അതിന്റെ ആ പാരമ്പര്യ പ്രൗഢിയൊന്നും പോയിട്ടില്ല. അതിന്റെ പഴയ പോലെ തന്നെ. അപ്പൊ അതായത് ഈ ഏച്ചൂർ ഊട്ട് മഹോത്സവം എന്ന് പറഞ്ഞാൽ കുംഭസംക്രമത്തിന് ആരംഭിക്കും. കുംഭസംക്രമത്തിനും ഗോപുരത്തിൽ വെച്ചിട്ട് പിന്നെ മുഖ്യ ഒരാള് അരി അളന്നിട്ടാണ് അത് തിരുവത്തായത്തിനുള്ള അരി അളന്നിട്ടാണ് ഉത്സവം തുടങ്ങുന്നത്. അപ്പൊ അന്നേ ദിവസം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചടങ്ങ് ഉച്ചക്ക് ഈ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം അനുഷ്ഠിക്കുന്ന നെയ്യഭിഷേകമുണ്ട്, നെയ്യാട്ടം. പയ്യാവൂരും വയത്തൂരും ഒക്കെ ഉള്ള അതേ ചടങ്ങ് തന്നെയാണ്. ഈവൻ നമുക്ക് വേണമെങ്കിൽ പറയാം കുറ്റിയൂരുള്ള നെയ്യഭിഷേകം അതേ അഭിഷേകം പോലെ തന്നെയാണ്. അപ്പൊ 18 ദിവസമാണ് വ്രതം എടുക്കുക. ഇവിടെ സ്വയംഭൂ അല്ലല്ലോ, വിഗ്രഹം സ്വയംഭൂ പ്രതിഷ്ഠ തന്നെയല്ല. പയ്യാവൂരിലും വയത്തൂരും സ്വയംഭൂവാണ്. ഇവിടെ പയ്യാവൂരിൽ നിന്ന് ഭഗവാൻ ഇവിടെ എഴുന്നള്ളി സ്വയംഭൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങാണ് നെയ്യഭിഷേകം, നെയ്യാട്ടം. ആ നെയ്യാട്ടം നടത്തുന്ന നെയ്യമൃത് വ്രതക്കാർ അവർ 18, അതായത് ഉത്സവം തുടങ്ങുന്നതിന് പ്രധാന, അതായത് പിന്നെ കുംഭ 6-നാണ് നെയ്യാട്ടം അനുഷ്ഠിക്കുക. അതിന് 18 ദിവസം മുമ്പ് വ്രതം തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ 11 ദിവസം 12 ദിവസം കഴിയുമ്പോഴാണ് ഈ അരി അടക്കുന്ന ദിവസം കുംഭസംക്രമത്തിന് അവർ മഠങ്ങളിൽ പ്രവേശിക്കും. അത് ഈ 6 മഠങ്ങളുണ്ട് ക്ഷേത്രത്തിൽ. ഒന്ന് മുണ്ടേരി, ഏച്ചൂര്, കുളച്ചേരി, വാരം, എളയാവൂർ, ചേലോറ. ഇങ്ങനെ 6 നെയ്യമൃത മഠങ്ങളുണ്ട്. ഈ മഠങ്ങളിലാണ് നെയ്യമൃത വ്രതക്കാർ വ്രതം അനുഷ്ഠിക്കും. അങ്ങനെ ആ വ്രതം അനുഷ്ഠിച്ചിട്ട് ഞാൻ പറഞ്ഞതുപോലെ കുംഭ 6-ാം തീയതി വൈകുന്നേരം 4 മണിയോടുകൂടി ഈ വ്രതക്കാർ നെയ്യമൃത കുംഭങ്ങളുമായിട്ട് താമസമില്ല അല്ലേ? അങ്ങനെയല്ല, അവര് നെയ്യെടുത്ത് എല്ലാ മഠങ്ങളിൽ നിന്നുള്ളവർ ഏതാണ്ട് ഒരേ സമയത്ത് എത്തിച്ചേരും. ഒക്കെ പിന്നെ എല്ലാവരും ഓരോ സമയത്താണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്. ഇപ്പം ഒന്നിച്ചിട്ടാണ് അധികം പ്രവേശിക്കുന്നത്. ഈ 6 മഠക്കാരോട് വന്ന് ആ സമയത്ത് ക്ഷേത്രത്തിന്റെ പ്രതിപുരുഷനായ കോമരമുണ്ട്. ക്ഷേത്രത്തിന്റെ അല്ല, ബൈത്തൂർക്കാരിയാരുടെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്തില്ല, 20 കൈ സുഹൃത്ത് കൂടെ പോയിരുന്നു. അവരുടെ താവഴിക്കാരാണ് ഇവിടുത്തെ കോമരം. സാധാരണ പിന്നെ ഒരു കോമരത്താനല്ല, കോമരാണ്. അതെന്തുകൊണ്ടാ 8 അത് പറയാം, അത് വേറെ ചടങ്ങുണ്ട്. ഈ കോമരം ക്ഷേത്രത്തിന്റെ കോമരം എന്ന് പറഞ്ഞാൽ കിരാതമൂർത്തിയുടെ കോമരം, അതായത് ദൈവത്തിന്റെ പ്രതിപുരുഷൻ കോമരം തന്നെ. അത് ഈ ആരോപണം കാരണവരുടെ കൂടെ പയ്യാവൂരിൽ പോയ ആ സുഹൃത്ത് ശരിക്കും പറഞ്ഞാൽ കുലാല സമുദായത്തിൽപ്പെട്ടവരാണ്. മറ്റെല്ലാ
പിന്നെ മറ്റെല്ലാ മറ്റെല്ലാ ബൈത്തൂർക്കാരുടെ ക്ഷേത്രങ്ങളിലും ഈ കോമരത്തച്ഛൻ നമ്പ്യാർ സമുദായിക്കാണ്. എന്നാൽ ഇവിടെയും കണ്ണാടിപ്പറമ്പിലും മാത്രമാണ് ബൈത്തൂർക്കാരുടെ 8 ക്ഷേത്രങ്ങളേ ഉള്ളൂ കണ്ണൂർ ജില്ലയിൽ. ഈ 8 ക്ഷേത്രങ്ങളിൽ 6 നമ്പ്യാർ സമുദായക്കാരാണ് കോമരക്കുട്ടർ. ഇവിടെയും കണ്ണാടിപ്പറമ്പ് ശിവക്ഷേത്രം, കിരാതമൂർത്തി ഇതേ ക്ഷേത്രം. ഇവിടെ നിന്നാണ് ഏറ്റൂരിൽ നിന്നാണ് കണ്ണാടിപ്പറമ്പിലേക്ക് ഭഗവാൻ എഴുന്നള്ളിയത്. അതുകൊണ്ടാണ് ഇവിടുത്തെ കോമരം അവിടെയും ഇവിടുത്തെ കോമരം തന്നെയാണ് അവിടെ. മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് അങ്ങനെ നെയ് കുമ്പങ്ങളുമായിട്ട് നെയ് മുരടുകളുമായിട്ട് ഇവിടെ നെയ്യമൃത വധക്കാർ എത്തിക്കഴിഞ്ഞാൽ കോമരം ഒന്ന് എതിരേൽക്കും. അതിനുശേഷം അവർ നെയ് സമർപ്പിക്കും, ഭഗവാൻ നെയ് സമർപ്പിക്കും. അതേ സമയത്ത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഉപക്ഷേത്രങ്ങളായിട്ട് ശരിക്കും പറഞ്ഞാൽ 5-6 ക്ഷേത്രങ്ങളുണ്ട്. അല്ലാപ്പേട്ട ഉപക്ഷേത്രങ്ങളായിട്ട് 6 ക്ഷേത്രങ്ങൾ. പക്ഷേ പ്രധാനമായിട്ടുള്ളത് ഒന്ന് കൂർമ്മ ഭഗവതി, അത് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ കാണുന്നു. കൂർമ്മ ഭഗവതി. പിന്നെ മുണ്ടേരി പുതിയ ഭഗവതി, പിന്നെ മംഗലശ്ശേരി പുതിയ ഭഗവതി. ഈ 3 കാവുകൾ. പിന്നെ മുച്ചിലോട്ട് കാവ്, അത് ഞാൻ പറഞ്ഞ പറയാം. ആ 3 കാവുകൾ, ആ 3 കാവുകളിൽ നിന്നവരാണ് അവർ കാഴ്ചയുമായിട്ട് വരും. കാഴ്ചയിൽ അത് പ്രധാനമായിട്ട് കാഴ്ചയിൽ ഉണ്ടാവും ഇളനീർ കാവുകളാണ്. കേട്ടിട്ടുണ്ടാവും. ഈ ഇളനീർ കാവുകൾ എന്തിനാണ് കൊണ്ടുവരുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നെയ്യ് കൊണ്ടുവരുന്നത് പോലെ ഈ കാവുകളിലെ സ്ഥാനികന്മാരാണ് ഇളനീര് കൊണ്ടുവരുന്നത്. ഈ നെയ്യാട്ടത്തിന് ശേഷം ഇളനീരായിട്ട് അനുഷ്ഠിക്കാനില്ല. ഇവിടെ കുട്ടിയോടൊക്കെ അനുഷ്ഠിക്കുന്ന അതേ ചടങ്ങാണ്. അത് ഇവർ കൊണ്ടുവന്ന് ഇവിടെ അതേ സമയം ഇവർ കാഴ്ചയുമായിട്ട് ഇളനീർ കാവുകളുമായിട്ട് ഈ 3 കാവുകളിൽ നിന്നുള്ള സ്ഥാനികരും വ്രതക്കാരും എത്തിക്കഴിഞ്ഞാൽ അവരെയും കോമരം സ്വീകരിച്ച് അവർ ഇളനീര് കൊണ്ടുവന്ന് നടിയിൽ സമർപ്പിക്കും. അതിലുള്ള ഇളനീരാണ് ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇളനീരാക്ഷസനായിട്ട് പിന്നെ ഉപയുക്താക്കും. നെയ്യ് അഭിഷേകം കഴിഞ്ഞാൽ അത് സാധാരണ നമ്മുടെ കുട്ടിയുള്ള പയ്യാവൂരൊക്കെ ഉള്ള അതേ ചടങ്ങ് ഇവിടെ നിർവഹിക്കും. അതിനുശേഷം കളപാട്ടവും പിന്നെ തിരുവത്താഴ പൂജ ചടങ്ങൊക്കെ കഴിഞ്ഞാൽ നെയ്യമൃതക്കാർക്കുള്ള അടിയിലുണ്ടെന്ന് പറഞ്ഞ ഒരു വിശിഷ്ട ചടങ്ങുണ്ട്. മനസ്സിലായി. അതോടുകൂടിയാണ് ഈ അന്നത്തെ വലിയ ഉത്സവ പരിപാടികൾ. തിരുവത്താഴ പൂജയായിരുന്നു, പക്ഷെ ആ തിരുവത്താഴ പൂജ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നെയ്യമൃതക്കാരുടെ അടിയിലൂടെ